ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാത്രി ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയൊരു ഒരാശയമായിരുന്നു ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിഗ സെൻറ്ററിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് അല്ലേ, 33 കിലോമീറ്റേഴ്സ്. എന്താ സ്ഥലത്തിൻ്റെ പേര്? യുർമല. യുർമല ബീച്ച്. യുർമല മയൂരി. വന്നപ്പോഴായിരുന്നു നല്ല സുഖമായിരുന്നു. അതെന്താ പറയുക, സെൽഫി ആടാ. പോട്ടെ ഓക്കെ, എന്തായാലും ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് കാഴ്ചകൾ കാണാം, ഇവിടെ എങ്ങനെയാണ് എന്തെല്ലാം വന്ന്. ഓക്കെ, പുതിയ വീട്ടിലേക്ക് എല്ലാവരും. അയ്യോ ഒറ്റ വീഴ്ച വേണം ഇപ്പൊ. ഡ്രൈവറായിട്ട് വണ്ടി പോകും. ഞാൻ കുറച്ചു പിടിക്കാം. ഇവിടെ എവിടെയൊക്കെയാണ് ഐസ് ഇറക്കുന്നത്? എനിക്ക് മാത്രം തിന്നുള്ളൂ. ഇതാ കേസ് ഞങ്ങൾ വന്ന വഴി. ഇവിടുത്തെയൊക്കെ അതെ, ഇതൊക്കെ മറ്റേ ഇതല്ലേ, സമ്മർ ഹൗസ് ആണോ ഇതൊക്കെ? എടാ ഇത് സമ്മർ ഹൗസ് അല്ലേ? ഇത് റിസോർട്ടല്ലേ? അയ്യോ ചളിയാ ചളിയല്ലേ? പറയടാ. 5 യൂറോ വെച്ച് കൊടുക്കും. ഇതിന്റെ കണ്ടന്റ് ആണ് തൊയ്വൻ. അത് നിതിൻ കൊടുത്തോളും, വേണ്ട രീതി കണ്ടോളും. ഇതിനൊരു 10 റോസ്റ്റ് ഉണ്ടാക്കി സമയം എത്ര കേട്ടോ ഇതിനേട്ടാ? സമയം എത്രയായി? ഇപ്പൊ സമയം 1:10. നമ്മൾ നിൽക്കുന്നത് 12:10 ആടാ. ഇപ്പൊ ആ മെട്രിക്സ് പോയില്ലേ? നീ കണക്ട് 5 മിനിറ്റ് കഴിയുമ്പോ നോക്കും. ട്രെയിനോട് പറയാം. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയത്, പക്ഷെ അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ നേരത്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒന്നും കാണത്തില്ല. എടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അവിടെ വെച്ച് എടുത്തിട്ട് കാര്യമില്ലായിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നു. അതുപോലെ നല്ല അന്തസ്സായ കാറ്റ്. വരണ്ടാന്നോ? ലോക്കൽസ് വരണ്ട. ഇനി എന്നെ പറയടാ. അപമാനിച്ചു വിട്ടു. കോഫി ഇവിടെ എല്ലായിടത്തും ഇതുപോലെ മെഷീൻസ് കാണും. നമുക്ക് ഏത് ടൈം 24/7 നമുക്ക് തന്നെ ഇവിടെ കാർഡടിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഫീസ് എപ്പോഴാണെങ്കിൽ എടുക്കാം. എപ്പോഴും വ്ലോഗാണ്, കണ്ടിന്യൂസ് വ്ലോഗ്.
ഓട്ടമാണ് പൊളി. ഓട്ടം ഓ എടാ പൊട്ടാ ഓട്ടം വീണ് തുടങ്ങി. ഇതെന്തായാലും എടുക്കണം. എന്തെടുക്കാൻ? ഇതെല്ലാം ബ്ലാക്ക് ഐസ് ഐസ് കാണാൻ പോലും പറ്റത്തില്ല. കൊള്ളാം. വേണ്ട, നിന്റെ ജാക്കറ്റ് നോക്കിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റിട്ടതിന്റെ വരാവില്ല. ഇവിടെ കാണാൻ ഇവിടെ മാത്രം ഇതൊക്കെ നല്ല ഫാഷൻസും നല്ല കളക്ഷൻസൊക്കെ കിട്ടും. ലാറ്റ്വിയൻസ് ആണെങ്കിലും യൂറോപ്പിലെവിടെയാണെങ്കിലും ഇപ്പം ലാറ്റ്വിയിൽ വരുന്നവരാണെങ്കിലും ഇവിടുന്ന് മേടിച്ചാൽ മതി. വരുന്നവരല്ല ഇവിടുന്ന് ഡ്രസ്സ് മേടിച്ചാൽ മതി. നൈസ്. അതെ, 30% ഡിസ്കൗണ്ടൊക്കെ. വെറുതെ ഇരുന്നപ്പോൾ തോന്നിയൊരു സുഖം. ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് എന്നാ ട്രിപ്പ് റൈഡ് പോകാമെന്ന് വെച്ചിട്ട് വന്നതാ. ആയിക്കൊള്ളാം, സ്ഥലം കൊള്ളാമല്ലോ. പള്ളികളാം. അടിപൊളി. അങ്ങോട്ടേ ബീച്ചല്ലേ. ഓ കറങ്ങുന്നടാ. കറക്കടാ. അയ്യോ കാറ്റ് കാറ്റ് കാറ്റ്. ഇനി അതങ്ങനെ ഉരുണ്ട് വരണം. പള്ളി പള്ളി നല്ല സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം. സംസാരിക്കാൻ വയ്യാതെ തണുത്തിട്ടാണേ. നല്ല തണുപ്പുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു. സെൽഫി എടുക്കാം. വഴി കൊണ്ട് വഴിയാണ് നല്ലത്. 15 രൂപയ്ക്ക് ഉള്ളിൽ അത് കണ്ടേ. എന്താ വായടച്ചേക്ക് കൃഷ്ണനെ കണ്ടപ്പോ എന്തോ ചിരിച്ചത്. ഇനി പേര് മാത്രമേ ഉള്ളൂ. ലൈവ് ഓഫ് ആവും, ലൈവ് ഓഫ് ആവും. അതിനേക്കാളും എന്താണത്?
ജാക്കറ്റ് ഉണ്ടായിരുന്നു അത് എടാ ആ ജാക്കറ്റ് ഇതിനൊക്കെ കൊണ്ട് തണുപ്പില്ലേ കിട്ടായിരുന്നില്ല നിനക്ക് നല്ലത് അപ്പൊ ഇതന്നെ ഇട്ടോ ഞാൻ വിചാരിച്ചിട്ടായിരിക്കും തണുപ്പ് കുറവെന്ന് ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കുന്നില്ലേ പിന്നെ ഊരിട്ട് ഞാനും തണുക്കണം വെച്ചിട്ട് അത് ആ കോമ്പിനേഷൻ കണ്ടപ്പോഴേ മനസ്സിലായി മാറി എന്റെ ഗ്ലൗസ് Hello guys, Maluk Bro. ഒരു മണിക്ക് മതി തണുപ്പത്ത് ബീച്ചിൽ പോവാൻ വൈബടിച്ചില്ലേ വൈബ് -20 തളരരുത് രാമൻകുട്ടി അപ്ലോഡ് ചെയ്യണം കേട്ടാ ഇവിടെ പോയിട്ടോ കൊല്ലറ തൃശ്ശൂർ കൊല്ലറ വീട്ടുപേര് പറയല്ലേ പേര് കേട്ടോ അടി കിട്ടും നടക്ക് ഞങ്ങൾ പറയ വരാം അവിടെ പോയിട്ട് സെൽഫി വയ്ക്കും നീ പോയിട്ടോ പകല് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന കണ്ട ഡൗട്ടുണ്ട് ഇതൊക്കെ ഇവിടെ നേരത്തെ പിന്നെ വേണ്ടി അടിച്ചതാ അതിനൊരു സപ്പോർട്ട് കടലിൽ പോണ്ട കടലിൽ പോവാം പോണ്ടെന്ന് പറഞ്ഞപ്പോ അത് പോയിട്ടോ കടലിൽ ഓക്കെ കടലിൽ പോയിട്ട് എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കടൽ കാണാൻ രാത്രിയും ആര് വിളിച്ചോണത്തി കൊണ്ടുവന്നു നീ കയറി വന്നത് അവന്റെ വീട്ടിൽ എന്നിട്ട് നാണോ ഉണ്ടാടാ നാറി അങ്ങോട്ട് പോകാൻ പറ്റില്ല ഭയങ്കര തണുപ്പ്. ഞങ്ങൾ നേരത്തെ പോയായിരുന്നു. പോയിട്ട് ഞങ്ങൾ കടലെടുക്കും തോറും തിരിഞ്ഞ് നടക്കുമായിരുന്നു. കാറ്റടിച്ചിട്ട് ചെവിയെല്ലാം കൂടെ ക്ലോസായിട്ട് ഒരു രക്ഷയില്ല. ബീച്ചിൽ വെച്ചിട്ട് ഒരുമാതിരി 4 കൊല്ലമായിട്ടുള്ള ബീച്ചറിയില്ലേ 4 വർഷമായി ഫുള്ള് കാണിച്ചോ രാജ്യം മൊത്തം കണ്ടോ ബീച്ച് ബീച്ച് കാണണം വാ ബീച്ച് കണ്ടിട്ട് ആർജ ആ ഹായ് അപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടെ
പോയിരിക്കുന്നു ബീച്ച് കാണാൻ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി ഇട്ടടുത്തേക്ക് വരാമെന്ന് വെച്ചു ആ മല വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുത്തെ വൈബ് കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലം. റിഗ സെൻറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വേറെ ഒരു ഭംഗിയാണ്. കുറച്ചും കൂടെ ഈ പഴയ ഓൾഡ് നമ്മൾ പറയുന്നത് പഴയ യൂറോപ്യൻ സ്റ്റൈലിലേക്കുള്ള ഓൾഡ് റിഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ സിറ്റിയും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അതുപോലെ ആ സൈഡും ഉണ്ട്. പക്ഷെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു വേറൊരു വൈബാണ്. കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ 24/7 ഇങ്ങനെ കത്തിക്കിടക്കുക. ഇവിടുത്തെ ഇതൊക്കെ 24 hours അവിടെ ബാറാണ്. 24 hours ഇത് തന്നെ അതായിരുന്നു കടയെല്ലാം 24 hours. നല്ല രസമുണ്ട് കാണാൻ. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ഇവിടെ ചില ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ജനുവരി 10 ആ ഒരു ടൈമിൽ ഒരു ഡേറ്റ് ഉണ്ട്. അത് ചില ആൾക്കാർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ടൈമിലാണ്, 25th. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിൽ ലൈറ്റ്സ് ഓണായിട്ട് കിടക്കുന്നത്. അത് കറക്റ്റ് ഞാൻ പറയാൻ നോക്കാം. നല്ല രസമായി. ഓപ്പണാടാ. എന്താ പൊളി വരും. ഞാൻ തൊലിക്കൂടെ നടന്ന് കാണിച്ച ഇപ്പോൾ ടെമ്പറേച്ചർ 3 or 2 അങ്ങനത്തെ സംതിങ്ങാണ്. കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ -ആണെന്ന് തോന്നും, -2 അങ്ങനെ ഉള്ളൂ ചെറിയ ടെമ്പറേച്ചർ. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഫീൽസിലേക്ക് -30 വരെ വന്നു. ഫീൽസിലേക്കാണ്, അല്ലാതെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 27 വരെ. ഒറ്റ ദിവസം കൊണ്ട് 20 to 25 ഡിഗ്രിയാണ് വ്യത്യാസം. 25 to 30 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഒറ്റ രാത്രി കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് മാറുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ വരുമ്പോഴും കൂടിപ്പോയ 10-12, ഇപ്പോൾ കേരളത്തിലെ കാര്യമാണെങ്കിൽ 10-12 എന്നൊക്കെ അല്ലേ. ഇവിടെ 25 ഡിഗ്രിയുടെ വ്യത്യാസമാണ്. എൻ്റെ വണ്ടി എന്തി വണ്ടി അപ്പുറത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് നല്ല രസമുണ്ട്. ഇവിടെ ക്രിസ്മസ് ടൈമിലോ അല്ലെങ്കിൽ ന്യൂ ഇയർ ടൈമിലൊക്കെ ഫുൾ ടൈം ഓണായിരിക്കും. ഫുള്ള് അതാ ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്യാം. അത് ഫ്രോസ് ആയിരിക്കുന്നു. വണ്ടി എന്താ ഇവിടെ ഈ -30 ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ 30 ഒക്കെ ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഡോറ് ഫ്രോസ് ആവും. വണ്ടി ഇപ്പം മര്യാദയ്ക്കൊന്ന് കാണാൻ പറ്റില്ല. വണ്ടി കുഴപ്പമില്ല, കണ്ടീഷനാണ്. ഈ വെള്ളിയാഴ്ച ഞങ്ങളൊന്ന് വീണ്ടും എൽഗാവ് വരെ ഒന്ന് പോകുന്നുണ്ട്, വേറൊരു റൈഡ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരുന്നേ ഉള്ളൂ, വരുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് ഒരു 30 kilometers ഉണ്ട് തിരിച്ച് റൂമിലോട്ട് പോകണം. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. വെറുതെ ഇരുന്നപ്പോൾ തോന്നിയൊരു നൈറ്റ് റൈഡ് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇനിയൊരു നല്ല കാഴ്ചകൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നോക്കട്ടെ. എൽഗാവ് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ നോക്കാം. പക്ഷെ അത് പോകാനില്ല, വണ്ടിയിൽ സർവീസ് കൊടുക്കാമെന്ന് വെച്ചാൽ അതും നമ്മുടെ ഓണർ തന്നെ, വണ്ടി എടുത്ത് ഓണർ തന്നെ സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി പോകുന്നത്. നമ്മൾ വേറെ സ്ഥലങ്ങളായിട്ടൊന്നും പോകുന്നില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കാം. ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.